തൃശൂർ ആമ്പക്കാട് പള്ളിപ്പെരുന്നാളിനിടെ പോലീസ് വാഹനത്തിന് മുകളിൽ കയറി നൃത്തം ചെയ്ത് യുവാക്കൾ തടഞ്ഞ പോലീസുകാരെ യുവാക്കൾ ആക്രമിച്ചു. അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, എന്തായാലും പോലീസ് വാഹനത്തിന് മുകളിൽ കയറി നൃത്തം ചെയ്യണമെങ്കിൽ എന്തൊരു ധൈര്യമായിരിക്കും? പോലീസ് ഏത് രീതിയിലാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത്? ധൈര്യം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം മദ്യലഹരിയിലും കഞ്ചാവ് ലഹരിയിലുമായിരുന്നു പ്രതികൾ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയാണ് പുഴയ്ക്കൽ ആമ്പക്കാട് പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് ഈ പ്രതികൾ ചേർന്ന് സംഘർഷമുണ്ടാക്കുന്നത്. 15ഓളം ആളുകളാണ് ഈ സംഘർഷത്തിന്റെ ഭാഗമായത്. തുടർന്ന് പെരുന്നാൾ അലങ്കോലപ്പെട്ടതിനെ തുടർന്ന് പള്ളി കമ്മിറ്റിക്കാർ അറിയിച്ചതിനെ തുടർന്ന് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തുകയും ഈ പോലീസുകാർ ചേർന്ന് പ്രതികളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. പോലീസ് എത്തുമ്പോഴാണ് ഇവർ ഈ കാണുന്ന നിലയിൽ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് നൃത്തം ചെയ്യുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിച്ചത്. ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ട് പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ആളുകൾക്ക് ആ നിലയിലുള്ള ഒരു പെരുമാറ്റമാണ് പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസ് ജീപ്പിന് മുകളിൽ കയറി ഏകദേശം മിനിറ്റുകളോളം നൃത്തം ചെയ്ത ഇവരെ പോലീസുകാർ തന്നെ ചേർന്ന് ജീപ്പിന് മുകളിലെത്തി പിന്നീട് പുറത്തിറക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രകോപിതരായിട്ടാണ് ഈ പ്രതികൾ ചേർന്ന് പോലീസ് സംഘത്തെ തന്നെ ആക്രമിച്ചത്. പേരാമംഗലം സ്റ്റേഷൻ എസ് ഐ ആയിട്ടുള്ള ഫായിസ് എഫ്, ഗോകുലൻ പി ജി, വെയിൽ സോളമൻ, മനീഷ് തുടങ്ങിയവർക്കെതിരെയാണ് പ്രതികൾ ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിൽ എസ് ഐയുടെ കൈവിരലിന് പൊട്ടലേറ്റിട്ടുള്ളതായിട്ടും വിവരങ്ങളുണ്ട്. സംഭവത്തെ തുടർന്ന് 15ഓളം ആളുകളാണ് കേസിൽ ഉൾപ്പെട്ടത്. ഇതിൽ പുഴയ്ക്കൽ സ്വദേശിയായ അബിത്ത് ആണ് ഒന്നാം പ്രതി. ഒന്നാം പ്രതിയുടെ സഹോദരൻ അജിത്ത്, ധരൻ തുടങ്ങിയവരും ഈ കേസിൽ പ്രതികളാണ്. ഈ 4 പേരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇന്നലെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു. 15ഓളം ആളുകളാണ് സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ ആളുകളെ കണ്ടെത്താൻ വേണ്ടി പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഉദ്യോഗസ്ഥരുടെ കയ്യേറ്റം ചെയ്തു തുടങ്ങിയ വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. ശേഷിക്കുന്ന പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കിയതായിട്ടാണ് പോലീസ് പറയുന്നത്. 4 യുവാക്കളാണ് മദ്യലഹരിയിൽ പോലീസിനെ ആക്രമിച്ചത്. പുഴയ്ക്കൽ സ്വദേശി അബിത്ത്, സഹോദരൻ അജിത്ത്, ചിറ്റാട്ടുകര സ്വദേശി ധനൻ, കുന്നത്തങ്ങാടി സ്വദേശി എഡ്വിൻ എന്നിവരാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സ്വാതി. ശരി ലെവിൻ.